തിയേറ്ററിനകത്തൊക്കെ ഫുള്ള് മണ്ണ് ചിരിച്ച് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ടൈം ട്രാവൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഫസ്റ്റും സെക്കൻഡിന്റെ പോലെ ഒന്നും വരത്തില്ല പടം. 2ന്റെ കാട്ടി മച്ച് ബെറ്റർ ആയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ പാർട്ട് 3. ഷാജി പാപ്പൻ, നറക്കിലബു, സർബത്ത് ഷമീർ, ഡ്യൂഡ്, സാത്താൻ സേവിയർ തുടങ്ങി മലയാളത്തിലെ മോസ്റ്റ് സെലിബ്രേറ്റഡ് മൂവി സീരീസിലെ ക്യാരക്ടേഴ്സ് എല്ലാം ഒരു ഫൺ ഫാന്റസി റൈഡുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കേട്ട റൂമേഴ്സൊക്കെ പ്രകാരം സർപ്രൈസ് സസ്പെൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണോ ആട് 3 എന്ന് കണ്ടിറങ്ങി ഓടിച്ചോട് ചോദിച്ചു നോക്കാം. ആട് 3 കാണാൻ പോകുന്നവരൊക്കെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്ത് കണ്ടവർ നിങ്ങളുടെ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ ആട് 3 വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 റിവ്യൂലേക്ക്. അപ്പനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ശരിക്കും? ആ ഒരു ഹൈപ്പും എന്തൊക്കെ കുറേ റൂമേഴ്സൊക്കെ കേട്ടിരുന്നു, അതാദ്യം പറ. സസ്പെൻസ്, സർപ്രൈസ്, അവരെടുത്തിരിക്കുന്ന കോൺസെപ്റ്റ് കൊള്ളാം. അതായത് 1, 2 അപേക്ഷിച്ച് ഡിഫറെൻ്റ് ആണ് മൂന്നാമത്തത്. ആ ഒരു ഹിസ്റ്റോറിക് സംഭവം ഇപ്പോഴത്തെ ഇതിലും പിന്നെ ഒരു സയൻസ് ഫിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ കോൺസെപ്റ്റ് നന്നായിട്ടുണ്ട്. ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. ആ സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ട സംഭവങ്ങൾ നന്നായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോമഡിയുടെ സംഭവങ്ങൾ ഇപ്പൊ 1ലും 2ലും ഉണ്ടായിരുന്ന 2 പാർട്ടിലും ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഡയലോഗ്സുകളായാലും സീനുകളൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു വൈബ് അടിച്ചാൽ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില കോമഡികളും എൻ്റർടൈനിങ് സംഭവങ്ങളൊക്കെ മനഃപൂർവ്വം ചെയ്യുന്ന മീൻസ് ഒരു ഡ്രമാറ്റിക് ഫീൽ ഉണ്ടായിരുന്നു. ചിരിപ്പിക്കാൻ വേണ്ടി വർക്കാവും. നമുക്ക് പഴയതിൻ്റെ ഒരു സാധനം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സെക്കൻഡ്. പക്ഷെ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം എൻറ്റയർ ഡിഫറെന്റ് സാധനമാണ്. സയൻസ് ഫിക്ഷൻ ആഡ് ചെയ്തത് കൊള്ളായിരുന്നു. കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടക്കള യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പടക്കള യൂണിവേഴ്സ് ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. വേറെ പടക്കളമല്ല ആക്ച്വലി. പാട്ടിന്റെ ഒരു എൻഡ് ഭാഗത്ത് മാത്രം കുറച്ച് ഗൂസ് ബംസ് വരുന്ന രീതിയിൽ അത്ര മാത്രമേ ഉള്ളൂ. പടം ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പടം. നമ്മൾ പ്രതീക്ഷ വന്ന കോമഡി കാണാനില്ല, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റും സെക്കൻഡിന്റെ പോലെ ഒന്നും വരത്തില്ല പടം. ഭയങ്കര ലാഗാ, അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല പടം. നമ്മൾ ഈ കണ്ട യുദ്ധം അതുപോലെ തന്നെ ഭയങ്കര മേക്കിംഗ്, അതല്ല ഈ പറഞ്ഞ കണക്കൊരു രാജാപാട്ട് ബാലെ ആ ഒരു സെറ്റപ്പ് മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തോളൂ. ബാക്കിയുള്ളത് എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഇനി എന്തായാലും ഭയങ്കര ലാഗാണ് പടം. നമ്മൾ ഉദ്ദേശിച്ച കണക്കൊന്നും വർക്കായിട്ടില്ല. പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ പറയാൻ എങ്ങനെയുണ്ട്? ക്യാരക്ടേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ചിലയിടത്തൊക്കെ ചെന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒന്നും പഴയ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല പലയിടത്തും. ഒരു ക്യാരക്ടറിനും, അത് പാപ്പനാണെങ്കിലും ബാക്കിയുള്ളതായാലും. ഒരു ചിലയിടത്ത് എന്നാൽ ചിരിക്കാനുണ്ട്, കോമഡി ഒരു ചിലയിടത്ത് ചിരിക്കാനുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് മൊത്തത്തിൽ ടോട്ടൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡിനും താഴെ പോയി. അതെ, തീർച്ചയായിട്ടും. ഈ ഇടയ്ക്കുള്ള ചില ട്രെയിൻ ട്രാവൽ സംഭവം വരുമ്പോൾ പടം ഒന്ന് ഇഴച്ചിലാവും. പക്ഷെ കുഴപ്പമില്ല. അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്യൂഡിന്റെ ഒരു കൊലത്തൂക്കുണ്ട്. പിന്നെ ഇതില് കുഴപ്പമില്ല. എനിക്ക് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനൊക്കെ കുറച്ചുകൂടെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ ക്യാരക്ടേഴ്സിന് പ്രതീക്ഷിച്ച ഒരു സ്പിൻ ഓഫ് പോലെ അങ്ങനെ നിർത്തിയേക്കുന്നത്. സ്പിൻ ഓഫ് ഇത് ക്ലൈമാക്സിൽ ഇത് വേറൊരു തരത്തിലോട്ട് കൊണ്ട് നിർത്തിയേക്കുക. പാർട്ട് ഈ 3ാം ഭാഗത്തിന്റെ ഒരു പാർട്ട് 2 ഒക്കെ കേട്ടോ. സർപ്രൈസ് ഒക്കെ ഉണ്ടോ? പുതിയ സർപ്രൈസ് ഇതില് ഫസ്റ്റില് ഉണ്ടായിരുന്ന ഒരാൾ സെക്കൻഡിൽ ഇല്ലായിരുന്നു. പക്ഷെ ഈ 3ൽ വന്ന അയാൾ ഒരു സീനി വന്ന് കൊല തൂക്കി ഭയങ്കര അതൊരു നല്ല തൂക്കും. പാപ്പന്റെ ഒരു എനർജി ഉണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷ വടംവലി അതൊന്നും ഇല്ല. പക്ഷെ ഇത് കൂടുതലും ഈ ടൈം ട്രാവൽ പരിപാടി അവർ പിടിച്ചിരിക്കുന്നത്. സെക്കൻഡിന് മുകളിൽ വെക്കാനുണ്ടോ? സെക്കൻഡിന് മോള് ഇത് എന്തായാലും അതിനോടൊപ്പം നിൽക്കും, അതിനപ്പുറം പോത്തില്ല. കുഴപ്പമില്ല. കത്തിക്കുമെന്ന് പറയുന്നത് അതാ. തിയേറ്ററിനകത്തൊക്കെ ഫുള്ള് മണ്ണ് ചിരിച്ച് എല്ലാവരും മണ്ണ് കപ്പി. വേറെന്താ അല്ലിപ്പൊളി പടം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കുറേ പേരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വലുതായിട്ട് ഫാന്റസി എലമെന്റ് വർക്ക് ആവാനാണോ? ഒന്നുമില്ല, ചുമ്മാ തട്ടിക്കൂട്ട് സംഭവം, അത്രേ ഉള്ളൂ. കോമഡി ഒന്നും ഇൻട്രോയിൽ കഴിഞ്ഞ് കോമഡി അല്ല. ഇൻട്രോലിന് മുമ്പ് കുറച്ച് എന്തെങ്കിലുമൊക്കെ കോമഡി ഉണ്ടായിരുന്നു. ഒരു ബ്രഹ്മാണ്ഡ സംഭവം ഒന്നുമില്ല, ചുമ്മാ അല്ല. തറ സെറ്റും ഒക്കെ ഇട്ട് വെച്ച് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. മറ്റേ ആ സണ്ണി വെയിനൊക്കെ വളരെ മോശമായിട്ടുണ്ട് കേട്ടോ. പുള്ളിയൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കാതെ നടന്ന് അഭിനയമൊക്കെ വിട്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ധർമ്മജൻ യൂത്തിന് വർക്കാവും. യൂത്തിന് ഈ എല്ലാവരും ചോദിക്കുന്ന യൂത്തിനും ഇത് നല്ല സിനിമയാണെങ്കിൽ എല്ലാവർക്കും വർക്കാവും. വേറെ തല്ലിപ്പൊളി പടം. ഒരു കാശും കൊള്ളത്തില്ല. OTT പോലും കാണാൻ കൊള്ളത്തില്ല. ക്യാരക്ടറിന്റെ ഹൈപ്പ് ജയസൂര്യൊക്കെ പോയടേ. സൂപ്പർ പടമാണ്. നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ടൈം ട്രാവൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമാണ് ഇങ്ങനെ ഒരു ജോണർ മാറ്റിയ പരിപാടി. മലയാളത്തിൽ ലോക ആ ഒരു ലെവലിലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞ പോലെയാണ്. ബ്രഹ്മാണ്ഡ മേക്കിംഗ് നല്ല പടമാണ്. അതിന്റെ കൂടെ മിക്സ് ചെയ്ത് കോമഡിയുണ്ട്. ടോട്ടൽ എങ്ങനെയുണ്ട്? വർക്കായി. അടിപൊളി പടം, സൂപ്പർ പടം ഉണ്ട്. ഹൈപ്പിനുള്ള സംഭവം. പക്ഷെ പഴയ അത്ര കോമഡി ഇല്ലെങ്കിലും കൊള്ളാം. കോമഡി അത്യാവശ്യം കുറവാണ്, പക്ഷെ എന്തായാലും കൊള്ളാം. മെയിനായിട്ട് എടുത്തുള്ള മറ്റേ ഷാൻ റഹ്മാന്റെ മ്യൂസിക്കാണ് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. രോമാഞ്ചം പരിപാടി, ഗൂസ് ബംസ് ഒക്കെ. ഷാജി പാപ്പൻ തന്നെ. പക്ഷെ എങ്കിലും ആദ്യത്തെ 2ാം ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചിത് കുറവായിരുന്നു. പക്ഷെ എങ്കിൽ പോലും കൊള്ളാം.
ഒരു ഹീറോ പരിപാടിയാണോ അതോ പഴയ പോലെ ഫൺ തന്നെയാണ്? ആ ഫണ്ണുണ്ട്, പിന്നെ ഷൈബപ്പൻ്റെ ഫണ്ണായിരിക്കുമല്ലോ. പിന്നെ ഇന്ദ്രൻസ് ഒക്കെ നല്ലതായിട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് സംഭവങ്ങളൊക്കെ. എല്ലാവർക്കും വർക്കാവും? വർക്കാവും, ഫാമിലി ഇഷ്ടപ്പെടും. ആ അപ്പൊ പാപ്പന്റെ പഴയ ഒരു ഹൈപ്പും എനർജി ഇല്ല, സെക്കൻഡിന്റെയും ഫസ്റ്റിന്റെ അത്രയും ഇമ്പാക്റ്റ് കിട്ടിയില്ല. ജോണർ മിക്സ് ആയതാണോ? അല്ല, ഇത് കണ്ടിന്യൂ ആണ്. അടുത്ത പാർട്ട് വരുന്നുണ്ട്. അടുത്തതിലേക്കുള്ള ഇത് നിർത്തിയിട്ടുണ്ട്. അതിലുള്ളതുണ്ട്. പിന്നെ അടുത്ത പാർട്ടിലാണ് ചിരിക്കാനുണ്ടോ? കുഴപ്പമില്ല, സെക്കൻഡിന്റെ അത്രയൊന്നും ഇല്ല. കിടില പടം, നൈസ് സാധനം. ചിരിക്കാനുണ്ടോ? 2ന്റെ കാട്ടി മച്ച് ബെറ്റർ ആയിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ പാർട്ട് 3. ആ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടൈം ട്രാവൽ അത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു. വേറെ തീമായിരുന്നു. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടത്. കോമഡിയൊക്കെ ഉറക്കായിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയാനൊക്കത്തില്ല. ക്ലൈമാക്സ് ആയിട്ടില്ല. അടുത്ത പാർട്ട് കൂടി വരുമ്പോൾ ക്ലൈമാക്സ് കിട്ടും. എടുത്തു പറയാണ്ട് മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ടൈം ലൈൻ വന്നപ്പോൾ കുറച്ച് ലാഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ടൈം ലൈൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എല്ലാവർക്കും ഒരു വർക്ക് ആവാതിരിക്കാൻ? എല്ലാവർക്കും വർക്കാവും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ക ഫണ്ണായിട്ട് തന്നെയാണ്. ആ മൂഡ് തന്നെ പിടിച്ചിട്ടുണ്ട്. മൂഡ് പിടിച്ചിട്ടുണ്ട്. കോമഡിയൊക്കെ പഴയതുപോലെ, പഴയതിനൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എല്ലാം ഓക്കെ. പറയല്ല, പൊളിപ്പടം, ഒരു രക്ഷയില്ല, അടിപൊളി. ചിരിക്കാനുണ്ട്? സൂപ്പർ, ചിരിക്കാനുണ്ട്, എല്ലാം സെറ്റപ്പ്. പാപ്പനൊക്കെ എങ്ങനെയുണ്ട്? പേടിച്ചില്ല, ഒന്നും പറയാനില്ല. ഓക്കെ. പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി കളഞ്ഞവര് അവസാനമായപ്പോഴത്തേനെ. കൊള്ളാം, നല്ല പടം. അതേ ഇതിൽ തന്നെയാണോ? പഴയ പഴയ പോലെ അല്ല, ഭയങ്കര ഡിഫറെന്റാ പടം. കൊള്ളാം.